ഞാനൊരു കാര്യം പറഞ്ഞ വേറെ വല്ലതും കരുതുവോ? വേറെ എന്ത് കരുതാൻ? കാര്യം പറഞ്ഞെന്ന് കരുതും. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ റീൽസ് ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയ മാമനും മോനും എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ എല്ലാവരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പറയടോ, തെളിച്ചു വരാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞെട്ടരുത്. ഞാൻ എന്തിനാ ഞെട്ടണത്? താൻ പറയടോ. ശരത്ത് എന്നാണ് ഇവന്റെ യഥാർത്ഥ പേര്. തന്റെ പെങ്ങളുടെ മോന്റെ കൂടെയുള്ള റീലുകളാണ് ശരത്ത് കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യാറുള്ളത്. എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ശരത്തിനെതിരെ അഥവാ മാമനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു പയ്യൻ രംഗത്ത് വന്നിരിക്കും. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എറണാകുളം ഒരു റൂമിൽ വെച്ച് മദ്യം നൽകി മയക്കിയതിനു ശേഷം ശരത്തും അവന്റെ കൂട്ടുകാരനും ചേർന്ന് ബലമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പയ്യൻ പറയുന്നത്. നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നിനക്കുള്ള അച്ഛനാങ്ങളമാര് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചിയിൽ റൂം എടുക്കാറുണ്ട്. ഈ റൂം ഈ നോർമലി ഫ്രണ്ട്സ് എടുക്കുന്ന ലൈക്ക് ഈ രണ്ട് പയ്യന്മാർ, ഇവനും ഇവന്റെ ഒരു കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിയിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് റൂം എടുത്തു. ഇതാണല്ലേ നിന്റെ കയ്യിൽ നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച. സംഭവം പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് റൂം എടുത്ത് റൂമെടുത്ത് 20 നാളായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ ഒരുമിച്ച് റൂം എടുത്തിട്ട് ആള് വൈകിട്ട് ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചതായിട്ട് കിടക്കാൻ നേരത്ത് കിടക്കാൻ ടൈമായപ്പോൾ പുള്ളി അദ്ദേഹത്തെല്ലാം കയറി പിടിക്കാൻ തുടങ്ങി. മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ഇയാളെ സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴൊന്നല്ല, ഒരു 2 കൊല്ലം മുന്നേ. ഇപ്പോ പുതിയ ഓണായില്ലേ, കഴിഞ്ഞാലും മുന്നത്തെ മനസ്സ് ചിത്തേക്ക് നോക്കിണ്ടല്ല എന്നെ ഞാൻ അത്രക്കാരനല്ല സാർ. എന്നെ കാണരുത്, ഒരു സഹോദരനായിട്ട് കാണണം. സാറിനും അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും ശരിക്കുണ്ടല്ലേ ഇവന്റെയൊക്കെ സുരജ് എത്തിക്കളയണം. അതാണ് നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? പോയിക്കോളൂ. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക.